ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാസവനി MLA വന്നിട്ട് ദർശനെ ഒന്ന് വരട്ടാനൊക്കെ ശ്രമിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ആളുടെ ഒരു വരട്ടലൊന്നും ദർശൻ വീഴുന്നില്ല. എന്ത് തന്നെയായാലും ദർശൻ വിക്രമിനെ പുറത്തിറക്കുന്നു തന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. പിറ്റേ ദിവസം കോടതിയിൽ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. വീണ്ടും കോടതിയിൽ വിചാരണ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട്, പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ വേദ ശങ്കരനാരായണൻ എന്ന് പറയുമ്പോൾ ശങ്കരനാരായണൻ എന്നുള്ളത് ആരാന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ വേദ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ പേരാണ്. അപ്പോൾ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതല്ലേ, വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ പേരല്ലേ കൂടെ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഹീറോ എന്നും എൻ്റെ അച്ഛനായിരുന്നു ചെറുപ്പം മുതലേ, അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ പേര് അവിടെ നിന്ന് മാറ്റാനായിട്ട് എനിക്ക് പറ്റൂല എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഹീറോ അല്ലേ, നിങ്ങൾക്ക് ഭർത്താവിനോട് സ്നേഹമില്ലെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, കോടതിയുടെ വിലപ്പെട്ട സമയമൊന്നും കളയല്ലേ, എത്രയും പെട്ടെന്ന് തന്നെ മറുപടി പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് സ്നേഹമില്ലെന്ന് ചോദിക്കുമ്പോൾ സ്നേഹം ഉണ്ടെന്ന് തന്നെയാണ് കേട്ടോ വേദ പറയുന്നത്. അങ്ങനെയാണ് സ്നേഹം ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആളോട് എന്തിനാണ് ഇങ്ങനെ ഒരാൾക്കെതിരെ മൊഴി കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കും. നിങ്ങൾ മറ്റൊരാളുടെ ആയിട്ട് വിവാഹം ഉറപ്പിച്ചിരുന്നതാണ്. അങ്ങനെ വിവാഹം ഉറപ്പിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ കഴുത്തിൽ ബലമായിട്ട് ഒരാൾ താലി കെട്ടി അയാളുടെ കൂടെ നിങ്ങൾ ഇറങ്ങിപ്പോവുകയും ചെയ്ത ഒരവസ്ഥയൊക്കെ ഉണ്ടെന്ന് ദർശൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ ഒരു പ്രതികാരത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ നിങ്ങൾ വിക്രമിനെതിരെ സാക്ഷി പറയുന്നത് എന്നുള്ള രീതിയിലേക്ക് ദർശൻ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് കേട്ടോ. കാരണം ഏതെങ്കിലും രീതിയിൽ വിക്രമിനെ പുറത്തിറക്കണമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ, ശത്രുത കൊണ്ടാണ്, അതായത് വിക്രമിനോടുള്ള ശത്രുത കൊണ്ടാണ് വേദ ഇങ്ങനെ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞെന്നുള്ള രീതിയിലാക്കിയിട്ട് വിക്രമിനെ ദർശൻ പുറത്തിറക്കുന്നുണ്ട് കേട്ടോ.